ചില ആളുകൾ എപ്പോഴും നമ്മൾ ക്ലിനിക്കിലൊക്കെ കണ്ടുമുട്ടുന്ന ആളുകൾ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സിറ്റിംഗ് കഴിഞ്ഞാലും 2 സിറ്റിംഗ് കഴിഞ്ഞാലും ചിലപ്പോൾ ഇവർ വീണ്ടും വരുമ്പോൾ ഇവർ വീണ്ടും ആവർത്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രശ്നങ്ങൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കരച്ചിൽ നിർത്തുന്നിടത്താണ് നമുക്കൊരു തുടക്കം വരിക. അപ്പോഴാണ് നമുക്കൊരു സാമർത്ഥ്യ ബുദ്ധി ഉണ്ടാവുക. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അതിനകത്ത് ആ സർവൈവൽ മോഡ് തന്നെയായിരിക്കും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ. ചില വേദനകൾ നമ്മളെ വല്ലാതെ ബ്രേക്ക് ചെയ്യും, പക്ഷെ ചില വേദനകൾ നമ്മളെ അവേക്കൻ ചെയ്യും. ഉണർത്താനും തളർത്താനും ചിലപ്പം ഒരു വേദനയ്ക്ക് തന്നെ കഴിയുന്നതായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു പെയിൻഫുള്ളായ കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പം അവിടെ തന്നെ കരഞ്ഞിരിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അവിടെ നിന്ന് ഉണർന്നു വരാനും അല്ലെങ്കിൽ ഉയർന്നു വരാനും കഴിയുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും. അവർക്ക് പ്രത്യേകതയൊന്നുമില്ല. അവരെടുക്കുന്ന തീരുമാനമാണ്, ഇതെൻ്റെ അവസാനമല്ല, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു തളർച്ചയല്ല, ഞാനിവിടെ തളരാൻ പാടില്ല എന്ന് അവരെടുക്കുന്ന തീരുമാനമാണ് അവരെ അവേക്കൻ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പറ്റും. ഇതിനെ കുറച്ചും കൂടെ മനസ്സിന് സ്ട്രോങ് കൊടുക്കുക, നമ്മുടെ വിൽ പവർ സ്ട്രെങ്ത് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത്. സ്വന്തമായിട്ട് പറ്റില്ലെങ്കിൽ ഈ സമയങ്ങളിലാണ് നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുന്നത്. പ്രൊഫഷണലി അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരാളുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്.